ബാബു സാറേ ബേക്കില്ലാക്ക് ഫോട്ടോ എടുക്കണം, നിങ്ങൾ സൈഡിൽ നിന്ന്. അതിനായി ശവാസനമാണ്. മനസ്സും ശരീരത്തിനും ഒരേ സമയം ചുരുങ്ങിയ സമയം കൊണ്ട് പരിപൂർണ വിശ്രമം ലഭിക്കുന്നു. ഉറക്കത്തിൽ പോലും അതുപോലെ വിശ്രമം കിട്ടുന്നതല്ല. ഉറക്കില്ലാത്തവർക്ക് ശവാസനം ഒരു നല്ല ഔഷധമാണ്. ഏകാഗ്രത വർദ്ധിക്കുവാനും ശവാസനം ഒരു ഉപായമാണ്. കൈകാലുകൾ രണ്ട് ഭാഗത്തേക്ക് വെച്ചുകൊണ്ട് യോഗ ആണിത്. ശവാസനം. ഇതിന്റെ പ്രയോജനം മനസ്സിനും ശരീരത്തിനും ഒരേ സമയം പരിപൂർണ വിശ്രമം ലഭിക്കുന്നു. ഉറക്കത്തിൽ പോലും അതുപോലുള്ള ഒരു വിശ്രമം നമുക്ക് കിട്ടുന്നതല്ല. ഉറക്കമില്ലാതെയും സങ്കോചിപ്പിക്കുകയും ചെയ്തുകൊണ്ട് കൂടുതൽ പ്രാണശക്തിയും ഓക്സിജനും സമാഹരിക്കാൻ കഴിയുന്നു. രക്തശുദ്ധീകരണം നടക്കുന്നു. ആസ്തമ പൂർണ്ണമായി മാറ്റാൻ കഴിയുന്ന ഒരു വ്യായാമമാണിത്. ആസ്തമ പോലുള്ള അസുഖങ്ങളുള്ളവർക്ക് ഏറ്റവും ഉചിതമായ ഒരു വ്യായാമ മുറയാണ് യോഗയിലുള്ള ഈ ഒരു യോഗം. ഇതിന്റെ പേര് ശ്വസന ക്രിയ എന്നാണ്. ശ്വാസകോശങ്ങൾ പരമാവധി വികസിക്കുകയും സങ്കോചിപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ കൂടുതൽ പ്രാണശക്തിയും ഓക്സിജനും സമാഹരിക്കാൻ കഴിയുന്നു. രക്തശുദ്ധീകരണം നടക്കുന്നു. ആസ്മ പൂർണ്ണമായും മാറ്റാൻ കഴിയുന്ന ഒരു വ്യായാമമാണിത്. കാലങ്ങളായി ആസ്മയ്ക്ക് രോഗത്തിന് വേണ്ടി ഗുളികകൾ കഴിക്കുന്നവർ ഇതൊന്ന് പരിശീലിച്ചു നോക്കുന്നത് വളരെയധികം ഉപകരണങ്ങൾ നട്ടലിനും പുറത്തെ മസിലുകൾക്കും നല്ല അയവും വഴക്കവും കിട്ടുന്നു. അതിനാൽ നടുവേദന പോലുള്ള അസുഖങ്ങൾ വരാതിരിക്കുവാൻ കൂടുതൽ സഹായകരമാകും. തുടർച്ചയായ പരിശീലനം കൊണ്ട് അടിവയറിലെ മസിലുകൾ ശക്തി പ്രാപിക്കുന്നു. തലാസനം പ്രവാസികൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു വിഷയമാണ് ബാക്ക് പെയിനുള്ള ഒരു രോഗം. നട്ടലിനും പുറത്തെ മസിലുകൾക്കും നല്ല അയവും വഴക്കവും കിട്ടുന്നു. അതിനാൽ നടുവേദന പോലുള്ള അസുഖങ്ങൾ വരാതിരിക്കുവാൻ കൂടുതൽ സഹായകരമാകും. തുടർച്ചയായ പരിശീലനം കൊണ്ട് അടിവയറിലെ മസിലുകൾ ശക്തി പ്രാപിക്കുന്നത് ഈ ഒരു യോഗയിൽ നമുക്ക് ലഭിക്കുന്നതാണ്. അടുത്തതായി വജ്രാസനമാണ്. വജ്രാസനം കൊണ്ടുള്ള പ്രയോജനങ്ങൾ അടിവയറ്റിലെ അവയവങ്ങൾക്കും അതുപോലുള്ള ഗ്രന്ഥികൾക്കും നാഡി നരമ്പുകൾക്കും പോഷകരക്തം സുലഭമായി കിട്ടുന്നത് കൊണ്ട് അവയ്ക്കെല്ലാം നല്ല ബലവും പുഷ്ടിയും ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ദഹനശക്തി വർദ്ധിക്കുന്നു. വജ്രാസനം ഇതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ അടിവയറ്റിലെ അവയവങ്ങൾക്കും അതുപോലെ ഗ്രന്ഥികൾക്ക് നാഡി നരമ്പുകൾക്ക് പോഷക രക്തം സുലഭമായി കിട്ടുന്നത് കൊണ്ട് തന്നെ അവയ്ക്കെല്ലാം ബലവും പുഷ്ടിയും ഉണ്ടാകുന്നു. ദഹനശക്തി അതുപോലെ തന്നെ വർദ്ധിക്കുന്ന ഒരു യോഗ ആണ് ഈ വജ്രാസനം എന്നുള്ളത്. അടുത്തതായി ത്രികോണാസനമാണ്. ഇത് 3 തരത്തിൽ നമുക്ക് അഭ്യസിക്കാം. അതിന്റെ 3 വശങ്ങളെ കുറിച്ച് ക്ലാസ്സിലൂടെ കാണിച്ചു തരികയാണ്. ഇതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ ശരീരത്തിന്റെ അകത്തും പുറത്തുമുള്ള സകല അവയവങ്ങൾക്കും നമ്മുടെ കൈകാലുകൾ, തോൾ, കഴുത്ത്, അരക്കെട്ട്, നെഞ്ച്, കണ്ണുകൾ ഇവയ്ക്കെല്ലാം സാമാന്യം നല്ല വ്യായാമം ലഭിക്കുന്നതായി നമുക്ക് ഈ യോഗയിലൂടെ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ താരതമ്യേന പ്രയാസം കുറഞ്ഞ ഒന്നാണ് ഈ ത്രികോണാസനം എന്നുള്ളത്. ഇതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ ശരീരത്തിനകത്തും പുറത്തുമുള്ള സകല അവയവങ്ങൾക്കും നമ്മുടെ കൈകാലുകൾ, തോൾ, കഴുത്ത്, അരക്കെട്ട്, നെഞ്ച്, കണ്ണുകൾ ഇവയ്ക്കെല്ലാം തന്നെ സാമാന്യം നല്ല വ്യായാമം ലഭിക്കുന്നു. താരതമ്യേന പ്രയാസം കുറഞ്ഞ ഒന്നാണ് ഈ ത്രികോണാസനം. അതിന്റെ 3 തരത്തിലാണ് ഈ ത്രികോണാസനം നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നത്. അതിന്റെ 3 ഐറ്റവും ഇവിടെ കാണിക്കുന്നതാണ്. ത്രികോണാസനം ശരീരത്തിനകത്തും പുറത്തുമുള്ള സകല അവയവങ്ങൾക്കും കൈകാലുകൾ, തോൾ, കഴുത്ത്, അരക്കെട്ട്, നെഞ്ച്, കണ്ണുകൾ ഇവയ്ക്കെല്ലാം സാമാന്യം നല്ല വ്യായാമം ലഭിക്കുന്നു. താരതമ്യേന പ്രയാസം കുറഞ്ഞ ഒന്നാണ് ഈ ത്രികോണാസനം എന്നുള്ളത്. വളരെ ലളിതമായി ചെയ്യാൻ കഴിയുന്ന തോന്നുമെങ്കിലും
ഇതിനെ കൊണ്ടുള്ള പ്രയോജനങ്ങൾ വളരെയധികം നമുക്ക് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ മറ്റൊരു വശം. ശീർഷാസനം ബ്ലഡ് പ്രഷർ ഉള്ളവർ ചെയ്യാൻ പാടില്ല, അല്ലാത്തവർക്ക് ഒരു ശക്തിയായ ഒരു മൂവ്മെന്റാണ് ഞാനിപ്പോൾ അവതരിപ്പിക്കാൻ പോകുന്നത്. യോഗ ചെയ്യുന്നതിലൂടെ ഷുഗർ, പ്രഷർ പോലുള്ള പ്രവാസികളുടെ സ്ഥിരം രോഗങ്ങൾ നമുക്ക് മരുന്നില്ലാതെ തന്നെ മാറ്റിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. തൈച്ചിയുടെ ബോഡി പവർ മൂവ്മെന്റ്സ് ആണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. ഇത് അനുകരിക്കാൻ ഉണ്ടാകാൻ ശ്രമിക്കരുത്. കാരണം വെറും 55 കിലോഗ്രാം വെയിറ്റ് മാത്രമുള്ള ഒരാളുടെ